ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബി മാളവിക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ രാവിലെ എണീറ്റു ബബ്ലൂസിനുള്ള പാല് ചൂടാക്കാണ്. ഇതിന് വേണ്ടി പാൽപാത്രമൊക്കെ എടുത്ത് വെച്ചു. എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളത്, നമ്മുടെ ഫാം 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി താങ്ക് യു. എന്താ പറയുക, നമ്മളെ പോലെ ബിഗിനേഴ്സിന് 1000 സബ്സ്ക്രൈബേഴ്സ് ഞാനിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 2 ഇയർ 2 വർഷം ആയിട്ടുണ്ട്. സോ ഈ ഒരു ഇടക്കാലത്താണ്, അല്ലെങ്കിൽ ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നിങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് അതായത്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റു. ആദ്യം തന്നെ ബബ്ലൂസിനുള്ള ഹോർലിക്സ് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഇന്നലെ നൈറ്റ് നമ്മൾ ഇങ്ങനെ മാവ് അരയ്ക്കൊന്നുമില്ല കേട്ടോ. നമ്മളാകെ 3 പേരല്ലേ ഉള്ളൂ. അപ്പം മാവ് അരയ്ക്കാറില്ല. നമ്മുടെ പാക്കറ്റ് മാവ് കൂടുതലും മേടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിന്ന് കുറേ വാഷ് ചെയ്യാനുണ്ട്, കുറേ തുണികൾ വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഞാൻ തിരിച്ചു വിട്ടിട്ട് ഇച്ചിരി സോപ്പും പൊടി ഒക്കെ ഇട്ട് അതും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി കുറുമ്പൻ എണീറ്റിട്ടുണ്ട്. ബബ്ലൂസ് എണീറ്റു. മസ്റ്റാണ് അവന് എണീറ്റ ഉടനെ ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ്. ഇതിന് നേരെ റൂമിലേക്ക് വന്നിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കാനായിട്ടുണ്ടായിരുന്നു. റൂമിൽ നിന്ന് ഈ ഒരു ബക്കറ്റ് റൂമിൽ വെക്കും കേട്ടോ. നമ്മൾ വാഷ് ചെയ്യാനായിട്ടുള്ളതൊക്കെ ആ ഒരു ബക്കറ്റിലാണ് ഇടാറ്. അങ്ങനെ ഞാൻ അതൊക്കെ വാഷിംഗ് മെഷീനിൽ മുക്കി വെച്ചു. കുറച്ചധികം നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചു വിട്ടാൽ മതി, നല്ലോണം ക്ലീനായിട്ട് വരും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തലേ ദിവസം ഉലുവ വെള്ളത്തിലിടും കേട്ടോ. ഉലുവ വെള്ളത്തിലിട്ടത് ഞാൻ മോർണിംഗിൽ വെറും വയറ്റിൽ കുടിക്കും കേട്ടോ. അത് നല്ലതാണ്. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ദോശയാണ്. ദോശയ്ക്ക് ഇന്ന് വെള്ളക്കട്ട ചട്നിയാണ് കേട്ടോ. ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കട്ട ചട്നി. അപ്പോൾ കുറച്ച് നാളികേരം എടുത്തിട്ട് ഞാനത് ചിരകി വെച്ചു. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഫ്രിഡ്ജിലുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഇത് അഴിച്ചിടണം. പച്ചമുളക് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെക്കാനായിട്ടാ. ബബ്ലൂസ് വീണ്ടും ഹോർലിക്സ് കുടിച്ചിട്ട് അവൻ പോയി കിടക്കാനുണ്ട്. അവനെങ്ങനെയാണ് ഒരു 6 മണിക്ക് 6:30 എണീക്കും. എന്നിട്ട് ഹോർലിക്സ് കുടിക്കും, വീണ്ടും പോയി കിടക്കും. അതൊരു 8:30-8 മണി ആ ഒരു ടൈം വരെ കിടന്നുറങ്ങും കേട്ടോ അവൻ. പിന്നെ ഞാൻ മറ്റേ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ മിക്സിയിൽ ജാറിലൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുമല്ലോ കേട്ടോ. കാരണം കട്ട ചട്നി എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ട് മാളു കട്ട ചട്നി ഉണ്ടാക്കി മതി. ഏട്ടനോട് ലൂസായിട്ടുള്ള, അതായത് ഇങ്ങനെ വെള്ളം പോലത്തെ ചട്നി ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ തിരിച്ച് ക്രഷ് ചെയ്തിട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് നമ്മുടെ നാളികേരം ആ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കടുകിട്ട് വറക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ സാധാ പോലെ കടുകും വറ്റൽമുളക് ഇടാറുണ്ട്. വറ്റൽമുളക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന്. അതങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചാറ് കിട്ടും. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് കടുക് വറുത്തിട്ട് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ചിൽ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതങ്ങനെ നീക്കി വയ്ക്കും. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു, ആ ഒരു പണി കഴിഞ്ഞു. ഇനി എനിക്ക് നേരെ പോയിട്ട് അടിച്ചുവാരി തുടയ്ക്കണം. കാരണം അതിനെ കഴിഞ്ഞിട്ടില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചൂട്ടോടെ ഉണ്ടാക്കണ ദോശയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഏട്ടന് എങ്ങനെ ഇച്ചിരി നേരം ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈയോടെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്നി ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചു. പിന്നെ ആദ്യം തന്നെ റൂം ക്ലീൻ ചെയ്യാൻ കേട്ടോ. കിടക്ക കുടഞ്ഞതും പിന്നെ ബബ്ലൂസ് നൈറ്റ് ഇട്ടതും അല്ലറ ചില്ലറ വേസ്റ്റുകളൊക്കെ മോർണിംഗ് ആകുമ്പോഴേക്കും നമ്മുടെ റൂമിൽ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ ചുമ്മാ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് എനിക്ക് എപ്പോഴും വെയിറ്റ് നോക്കണ പ്രാന്താണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഹാളിലും കിച്ചണിലൊക്കെ അടിച്ചുവാരി, നമ്മൾ ഡെയിലിയുടെ അടിച്ചുവാരി തുടയ്ക്കണമെന്ന് വല്ലാണ്ട് പൊടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും പറ്റണ ദിവസങ്ങൾ എന്നും ഞാൻ അടിച്ചുവാരി തുടയ്ക്കും. അടിച്ചുവാരി മസ്റ്റാണ്. ചില ദിവസങ്ങൾ ഭയങ്കര എന്താ പറയുക, മടിയാവും, അല്ലെങ്കിൽ വയ്യാതെയാവും. അപ്പോൾ ഞാനത് അവിടെ ഇടും. അല്ലാത്ത പക്ഷം ഞാൻ എന്നും അടിച്ചുവാരി തുടയ്ക്കും. പിന്നെ ഇച്ചിരി കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മാത്രം, ഒരു നുള്ളു മാത്രം പഞ്ചസാര ഇട്ടിട്ട് ബ്ലാക്ക് ടീ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ഇടയിൽ കഴുകി വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ഇച്ചിരി കട്ടൻ ചായ ഇടാണ് കേട്ടോ. നമ്മളിവിടെ ചായയും വെള്ളം തിളപ്പിക്കലൊക്കെ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ.
വല്ലാണ്ട് കറണ്ട് ബില്ലൊന്നും കയറുന്നില്ല. നമുക്കിവിടെ പിന്നെ കറണ്ട് ബില്ല് 2000 സംതിങ്, ചില മാസങ്ങൾ 3000 വരുന്നുണ്ട് കേട്ടോ. അതൊന്നും നോക്കാറില്ല. പിന്നെ അതേ ഞാൻ ചൂട്ടോട് നമ്മുടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര മൊരിഞ്ഞ ദോശ കഴിക്കാൻ ചില സമയത്ത് ഭയങ്കര ക്രേവിങ്സാണ്. ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്നുള്ളൊരു രീതി, സാമ്പാറും ചട്നി ദോശ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ സാമ്പാറാകുമ്പോൾ ഉച്ചയ്ക്കും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്കിന്ന് പെറ്റിങ്ങൊന്ന് മൂവി കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാമ്പാർ ഉണ്ടാക്കണ്ട, അതിനുള്ള ടൈമില്ല. മോർണിംഗിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് 12 മണിക്കലത്തെ ഷോയിലേക്ക് വേണം നമുക്ക് മൂവി കാണാനായിട്ട് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്കിന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് കുറേ വാഷ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എനിക്ക് നടക്കില്ല. അതും നമ്മുടെ വാഷിംഗ് മെഷീന് ഡ്രയർ വന്നിട്ട് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വിളിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ തുണികളുള്ളത് കൊണ്ട് നമുക്ക് മേളിൽ ഒരു ഫ്ലോർ കഴിഞ്ഞിട്ട് പിന്നത്തെ മേളിലാണ് നമുക്ക് എന്താ പറയുക തുണി കൊണ്ടുവിടുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ തണ്ടിലൊക്കെ കഴിച്ച് പട്ടിയാവും. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി. പിന്നെ ബബ്ലൂസിന് വേണ്ടിയിട്ട് ഇച്ചിരി കട്ടൻ ചായ ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ അവന് ദോശ ഉണ്ടാക്കി, കുഞ്ഞു ദോശകൾ, പൊടി ദോശകൾ ഉണ്ടാക്കിയിട്ട് 1-2 വായ കഴിക്കട്ടെ. അവന് ദോശ ഇഡ്ഡലിയൊന്നും ഇഷ്ടമല്ല. അവൻ ഈ വെള്ളയപ്പം, ഓട്സ് അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. അവൻ ശരിക്കും പറഞ്ഞ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഈ ഡയറ്റിൻ്റെ ആളാണ് കേട്ടോ. അവൻ ചപ്പാത്തി, ഓട്സ് അങ്ങനത്തെ ഒക്കെയാണ് അവന് ഇഷ്ടം. ഇപ്പോഴത്തെ കുട്ടികൾ വയറ് നിറച്ച് ചോറുണ്ണണം, വയറ് നിറച്ച് ഒരേ ഭക്ഷണങ്ങൾ കഴിക്കണം. അവ അതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും അവന് ഇഷ്ടമുള്ളത് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ ബബ്ലൂസിന് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ബബ്ലൂസിന് കോൾഡ് ആയതുകൊണ്ട് തലയിൽ എണ്ണ തേക്കണില്ല. ബാക്കി മേലിൽ മുഴുവനും ഒലിവ് ഓയിലാണ്. അവൻ ജനിച്ചപ്പോൾ മുതൽ ഈ ഒരു നിമിഷം വരെ അവൻ ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ട് തേപ്പിച്ച് കുളിക്കാറ്. അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവനെ സുന്ദര കുട്ടപ്പനാക്കി വെനൂസിയ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹെയർ കെട്ടി വെക്കുന്നുണ്ട്. കാരണം ജലദോഷം വന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണവും പിന്നെ ആകെ മുടി നല്ലോണം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് മുടി കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അവന് ഓട്സ് വേണമെന്ന് പറയുമ്പോൾ കുളി കഴിഞ്ഞിട്ട് ഓട്സിൻ്റെ കഞ്ഞിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഓട്സിൻ്റെ കഞ്ഞിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ചടപടയെന്ന് ഞാൻ വേഗം പോയി കുളിച്ചു. പിന്നെ ഞാൻ തുണികൾ വാഷ് ചെയ്യാനായിട്ടിട്ടു. അത് പോയി വന്ന് തുണികൾ മടക്കി വെച്ചു. പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 12 മണിയിലെ ഷോയിലേക്ക് 11:45 ഇപ്പോൾ ഫൺ തിയേറ്ററിൽ എത്തിയിട്ടാണ്. സൂക്ഷ്മദർശിനി നമ്മുടെ നസ്രയുടെയും ബേസിൽ ആളുടെ മൂവി കാണാനായിട്ട് വന്നേക്കാണ്. നമ്മളോട് ചീസല്ല ടൊമാറ്റോയുടെ ഫൺ മൂവിയിലത്തെ ടൊമാറ്റോ എന്താ പറയുക പോപ്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ടിക്കറ്റ് 150 രൂപയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലവ് 400 രൂപയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറയും ഫണ്ണിലേക്ക് പോകണം. അപ്പോൾ ഞാൻ എനിക്ക് മസ്റ്റായിട്ട് ഫണ്ണിലേക്ക് പോകണം. അങ്ങനെ മൂവിയൊക്കെ കണ്ടിറങ്ങി വന്ന് എൻ്റെ വീട്ടിലേക്കാണ് നേരെ വന്നത്. അപ്പോൾ ഈ പ്രസാദം, നമ്മുടെ ശബരിമലയിലത്തെ പ്രസാദം ഉണ്ടല്ലോ, കുറേ പേര് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡബ്ബയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വാഴയില കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനായിട്ടൊരു പൂതി. ഞാൻ മധുരം ഇച്ചിരി കുറച്ച് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനായിട്ടൊരു പൂതിയിട്ട് അതിലത്തെ നെയ്യും ഉണ്ണിയപ്പവും അതൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ബബ്ലൂസിന് ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി മുട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവന് ഫുഡ് കൊടുത്തു. പിന്നെ ബാക്കി വന്നത് കോഴികൾക്ക് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ കോഴിയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് അവറ്റങ്ങൾക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോൾ ചുമ്മാ ഒന്ന് ചായ കുടിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചു.